Hi friends, welcome to our channel Hexcent Private Limited. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നും ജാവാസ്ക്രിപ്റ്റിന്റെ മറ്റൊരു ഈവൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഈവൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡയറക്റ്റ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ ഞാനൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ ഒന്ന് ജാവാസ്ക്രിപ്റ്റ് എന്നാക്കി കൊടുക്കുന്നു. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു HTML എലമെന്റിലേക്ക് ഞാനൊരു ഇവന്റിനെ ആഡ് ചെയ്യാണ്. ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിനെ അനുബന്ധിച്ച് ആ ഒരു ആക്ഷൻ നടന്നു കഴിയുമ്പോൾ മറ്റേതെങ്കിലും ഒരു കോഡ് എക്സിക്യൂട്ട് ആവണം. അപ്പോൾ അതാണ് ഒരു ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഒരു ബട്ടൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുക, മൗസ് ലീവ് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഒരു കോഡ് എക്സിക്യൂട്ട് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഈവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഈവന്റ് ആയിട്ടുള്ള ഓൺ ക്ലിക്ക് ബട്ടണിൽ യൂസ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ഓൺ ക്ലിക്ക് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ആദ്യം ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ടണിൽ നമുക്കൊന്ന് ടൈം ഡിസ്പ്ലേ ചെയ്യിക്കാം. ഞാനിങ്ങനെ ബട്ടൺ ഇങ്ങനെ ഒരു നെയിം കൊടുത്തു, ടൈം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന്റെ മുമ്പായിട്ട് നമ്മൾ അതിൽ ഈവന്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ വേണം. അപ്പൊ ഞാൻ ആ ഫംഗ്ഷനെ തൽക്കാലം നമുക്ക് ഇതിനുള്ളിൽ തന്നെ സ്ക്രിപ്റ്റ് കൊടുക്കാം. എക്സ്റ്റേണൽ ഫയലായിട്ട് കൊടുക്കുന്നില്ല, ഞാൻ ഇതിനുള്ളിൽ തന്നെ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് വിചാരിക്കുന്നു. അതിലൊരു ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫംഗ്ഷൻ ഡിസ്പ്ലേ എന്ന് കൊടുക്കാം. അതിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ഡോക്യുമെന്റ് ഡോട്ട് സെറ്റ് എലമെന്റ് ബൈ ID. നമുക്ക് ID തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ ID സെറ്റ് ചെയ്തിട്ടില്ല. ഡോട്ട് നമുക്ക് എവിടെയാണോ ഈ ടൈം പ്രിന്റ് ആയി വരേണ്ടത് അതിന് വേണ്ടിയിട്ട് HTML ഈസ് ഈക്വൽ ടു ഡേറ്റ്. അതായത് ആ ബട്ടണിൽ എന്തോ ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ട് ആവേണ്ടത്, ഈ ഫംഗ്ഷൻ ആണ് വർക്ക് ചെയ്യേണ്ടത്. ഇതിനുള്ളിലെ കോഡ് വേണം എക്സിക്യൂട്ട് ആവാൻ. അതായത് എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു പോർഷനിലായിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഏത് ID ആണോ കൊടുക്കണം ആ IDയിലുള്ള കണ്ടന്റ് മാറിയിട്ട് അതിന്റെ ഒരു കണ്ടന്റ് ആയിട്ട് നമ്മുടെ കറന്റ് ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കണം. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ ഒരു സ്ക്രിപ്റ്റിന് വെളിയിലായിട്ട് ഞാനൊരു H3 കൊടുക്കുന്നു. H3ക്ക് ഒരു IDയും കൊടുക്കാം. ID ഈസ് ഈക്വൽ ടു ടൈ എന്ന് കൊടുത്തു. ഞാൻ ഈ IDനെ ഇവിടെ വിളിച്ചു. അപ്പൊ ഇപ്പൊ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് TI എന്ന് പറഞ്ഞ IDയിലുള്ള H3 എലമെന്റില് എന്റെ ഇന്നർ HTML മാറിയിട്ട് അവിടെ ഈ ഡേറ്റ് ഫംഗ്ഷൻ, അതായത് ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എടുക്കണം, ഇത് വർക്ക് ചെയ്യണമെന്നാണ്, ഡേറ്റ് പ്രിന്റ് ആയി വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് സംഭവിക്കേണ്ടത്, അതായത് ഈ ഫംഗ്ഷൻ എപ്പോഴാണ് എക്സിക്യൂട്ട് ആവേണ്ടത് അതാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. ഞാൻ ബട്ടന്റെ ഓൺ ക്ലിക്കിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതായത് ബട്ടണിൽ ഞാൻ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്താണ് എനിക്ക് ഈ ഫംഗ്ഷൻ വർക്ക് ആവേണ്ടത്. ഞാൻ അതിൽ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിച്ചു, ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, ഫംഗ്ഷനെ വിളിച്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുത്തു. തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ H3 നമ്മുടെ ഇന്നത്തെ ടൈമും കറന്റ് ടൈമും കാര്യങ്ങളും നമുക്കിവിടെ ഇതായി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു ബട്ടണിന്റെ ഓൺ ക്ലിക്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യിക്കാനായിട്ട് പറ്റും.
ഓക്കെ, നമുക്ക് ഇനി മറ്റൊരു ഇവന്റ് നോക്കാം. നമ്മളിപ്പോ ഈ ബട്ടൺ ഓണാക്കി കൊടുത്തൊരു ഇവന്റ് നോക്കി. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇനി മറ്റൊരു ഇവന്റ് ഡോം വെച്ചിട്ട് തന്നെ നമുക്ക് മറ്റൊരു ഇവന്റ് നോക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് തൽക്കാലം ഇതിലുള്ള അതിനെ കണ്ടന്റിനെ കളയുന്നു. എന്ത് ചെയ്യാൻ, ഒരു ബട്ടൺ, വീണ്ടും ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ആ ബട്ടണിൽ ഞാൻ ട്രൈ എന്ന് ബട്ടൺ നെയിം കൊടുത്തു. ബട്ടൺ ഒരു ഐഡിയും കൂടെ സെറ്റ് ചെയ്യാം. ഐഡി ഈസ് ഈക്വൽ ടു BTN എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഒരു ഡേറ്റ് ആൻഡ് ടൈം പ്രിന്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ആ ഡേറ്റ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ ആ ഒരു ഇതൊന്ന് വേറൊരു രീതിയിലാണ് അത് കൊടുക്കുന്നത് വെച്ചാൽ ID എടുത്തിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഈ ബട്ടണിൽ ഇതാക്കുന്ന സമയത്ത് ബട്ടണിന്റെ ID എടുത്തിട്ട് അതിലേക്ക് പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ടാഗ് കൂടെ കൊടുക്കുന്നുണ്ട്. പിക്ക് ID ഈക്വൽ ടു ടൈ എന്ന് കൊടുത്തു. ഇനി നമുക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാം. സ്ക്രിപ്റ്റിനുള്ളിൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID വിളിച്ചു. നമ്മൾ ബട്ടണിലെ ID ആണ് എടുക്കുന്നത്. ബട്ടണിന്റെ ID എന്ന് പറയുന്നത് BTN ആണ്. BTN ഡോട്ട് ഓൺ ക്ലിക്ക്, ഡോട്ട് ഓൺ ക്ലിക്ക്. മറ്റൊരു രീതിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓൺ ക്ലിക്ക് നമുക്കൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, അതാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഡിസ്പ്ലേ, ഞാൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം കൊടുത്ത് നമുക്ക് ഓക്കെ, ഫംഗ്ഷൻ ബ്രാക്കറ്റ് വേണ്ട, ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രിപ്റ്റിനുള്ളിൽ തന്നെ ആ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഡിസ്പ്ലേ, ഫംഗ്ഷനിൽ കോഡ് കൊടുക്കാം. അതായത് നമുക്ക് എവിടെയാണോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എവിടെയാണോ നമുക്ക് പ്രിന്റ് ചെയ്ത് വരേണ്ടത് അത് കൊടുക്കാം. ഗെറ്റ് എലമെന്റ് ബൈ ID, ഞാൻ TI എന്ന് പറഞ്ഞ IDയിലാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഞാൻ അതിന് TI കൊടുത്തു. ഡോട്ട് അതിന്റെ ഇന്നർ HTML മാറിയിട്ട് അവിടെ ഒരു ഡേറ്റ് പ്രിന്റ് ആയി വരണം. അതായത് ഈ IDയുടെ ഓൺ ക്ലിക്ക്, ഇതിപ്പോ നമ്മൾ ഓൺ ക്ലിക്ക് എലമെന്റിന് കൊടുത്തില്ല, നമ്മൾ ആ ഡോം വെച്ചിട്ടാണ് ഓൺ ക്ലിക്ക് കൊടുത്തേക്കണത്. അപ്പൊ ഈ ഒരു IDയിൽ ഈ BTN എന്ന് പറഞ്ഞ IDയിൽ എന്ത് എലമെന്റ് ആണോ ആ BTN എന്ന് പറഞ്ഞ IDയിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓൺ ക്ലിക്കിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വേണം വർക്ക് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ട്രൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡേറ്റും ടൈമും സ്റ്റാൻഡേർഡ് ടൈമും നമുക്ക് പ്രിന്റ് ആയി വരുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഡോം വെച്ചിട്ട് ഒരു ഈവന്റിനെ ആഡ് ചെയ്യാനായിട്ടും പറ്റും. ഡയറക്റ്റ് നമുക്ക് ഒരു HTML എലമെന്റിനെ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിലും ഈവന്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഓൺ ക്ലിക്ക് ആണ് നോക്കിയത്, അപ്പൊ നമുക്ക് വേറൊരു മറ്റൊരു ഈവന്റ് കൂടി നോക്കാം. ഞാൻ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഈവന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കാം, നെയിം എന്ന് കൊടുക്കുന്നു. നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഇൻപുട്ട് ബോക്സും കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ID ഈക്വൽ ടു നെയിം എന്ന് കൊടുക്കാം. ഇൻപുട്ട് ബോക്സിൽ ഒരു IDയും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലാണ് നമ്മൾ ഈവന്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള
ഇതാണ് കൊടുത്തേക്കണേ. അതിൽ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്തില്ല ഫംഗ്ഷൻ നെയിം കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം. സ്ക്രിപ്റ്റില് ടാഗിനുള്ളിൽ നമ്മൾ എഴുതുന്നുണ്ട്. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫംഗ്ഷൻ എനിക്ക് ഓൺ ചേഞ്ചിൽ അപ്പർ കേസിലോട്ട്, അതായത് ഞാൻ ഇൻപുട്ട് ബോക്സിൽ എന്താണോ കൊടുക്കുന്നത് അതെനിക്ക് അപ്പർ കേസിലോട്ട് മാറി വരണം. ഞാൻ എങ്ങനെ കൊടുത്താലും അതെനിക്ക് അപ്പർ കേസിലായിരിക്കണം കിട്ടേണ്ടത്. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോ ഒരു വേരിയബിൾ കൊടുക്കാം, കോൺസ്റ്റ് കൊടുക്കാം. കോൺസ്റ്റ് a ഈക്വൽസ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ id. അതായത് നമുക്ക് നമ്മുടെ ആ ഒരു ഇൻപുട്ട് ബോക്സിന്റെ id കൊടുക്കാം. നമുക്ക് ആ ഒരു ഇൻപുട്ട് ബോക്സിൽ എന്താണോ ഉള്ളത് അതിനെയാണ് നമുക്ക് ഗെറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ അതിന്റെ id എന്ന് പറയുന്നത് നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ നെയിം കഴിഞ്ഞിട്ട് സെമി കോളൻ, അത് കഴിഞ്ഞിട്ട് a ഡോട്ട് വാല്യൂ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് a ഡോട്ട് വാല്യൂ ഡോട്ട് ടു അപ്പർ കേസ്. ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. ടു അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നെയിം എന്ന് പറഞ്ഞ ഐഡിയിൽ ഇരിക്കുന്ന ഇതിനെ നമ്മൾ എയിലേക്ക് സ്റ്റോർ ചെയ്തു. അതായത് നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ എന്താണോ കൊടുക്കുന്നത് അതിനെ നമ്മൾ എയിലേക്ക് സ്റ്റോർ ചെയ്തു. ആ എയുടെ വാല്യൂവിനെ ഇനി പുതിയ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഈ എ ഡോട്ട് വാല്യൂയിലേക്ക്. അപ്പൊ ആ എ ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താവണം, നിലവിലുള്ള എ ഡോട്ട് വാല്യൂവിനെ ടു അപ്പർ കേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫുൾ അപ്പർ കേസിലോട്ട് മാറ്റണം. അതിനുശേഷം വേണം എ ഡോട്ട് വാല്യൂയിലോട്ട് സ്റ്റോർ ആവാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത്. നമുക്കിത് എങ്ങനെ ഇതിന്റെ അകത്ത് നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ ഒന്ന് കോൾ ചെയ്യാം. അപ്പർ കേസ് എന്നാണ് ഫംഗ്ഷന്റെ പേര്. അപ്പർ കേസ്. ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷന്റെ നെയിം വരുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ അർജുൻ എന്നൊരു നെയിം കൊടുത്തു. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഈ ഇൻപുട്ട് ബോക്സിൽ നിന്ന് ലീവ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതിലേക്ക് മാറും. നമുക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടപ്പോൾ അത് നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ നെയിം ചെറുതായിട്ടൊന്ന് മിസ്മാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ ഇൻപുട്ട് ബോക്സിൽ ഞാൻ സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നുണ്ട്, അർജുൻ കൊടുത്തു. ഇതിൽ മൗസ് ലീവ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഞാൻ മാറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മൗസ് ഇൻപുട്ട് ബോക്സിൽ നിന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഫുൾ ക്യാപ്ചറിൽ കിട്ടി. അതായത് എൻ്റെ അപ്പർ കേസ് ലെറ്റേഴ്സ് ലോവർ കേസിലുണ്ടായിരുന്ന ലെറ്റേഴ്സ് അപ്പർ കേസിലോട്ട് മാറി. ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നത്. എന്താണോ നമ്മുടെ ആ ഒരു ഐഡിയിലുള്ള കണ്ടന്റ് അത് നമ്മുടെ ഓൺ ചേഞ്ചിലാണ് നമ്മുടെ അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നത് നമ്മുടെ ഐഡിയിലുള്ള കണ്ടന്റിന്റെ വാല്യൂവിനെ നമ്മൾ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഓൺ ചേഞ്ചിൽ നമ്മുടെ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പൊ ഇത്തരത്തിലാണ് നമ്മളൊരു HTML, ഈ ഒരു വീഡിയോയിൽ നമ്മൾ HTML എലമെന്റിനെ എങ്ങനെയാണ് ഇവന്റ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കി, അതേപോലെ തന്നെ ഡോം ഉപയോഗിച്ച് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കി. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഈവന്റ്സുകളാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഇവന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു.